കേരളകം പഞ്ചായത്തിലെ അടയ്ക്കാത്തോട് മേഖലയിൽ ജനവാസ മേഖലയിൽ കണ്ട കടുവയെ മയക്കുവെടി വെക്കാൻ ഇന്നലെ ഉത്തരവിട്ടെങ്കിലും രാത്രി വൈകിയും ദൌത്യം വിജയിക്കാത്തതിനാൽ ഉപേക്ഷിച്ചു. ദൌത്യം ഇന്ന് രാവിലെ തുടരുമെന്ന് വനം വകുപ്പ് അധികൃതർ അറിയിച്ചിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി മേഖലയിലെ വിവിധയിടങ്ങളിൽ കണ്ട കടുവയെ ഇന്നലെ വീണ്ടും നാരങ്ങാത്തട്ടിലാണ് കണ്ടത്. ശനിയാഴ്ച ഉച്ചയോടെ അടയ്ക്കാത്തോട് കരിയംകാപ്പിൽ കടുവയെ കണ്ടതിന്റെ ഭീതി ഒഴിയും മുൻപാണ് തൊട്ടടുത്ത പ്രദേശമായ നാരങ്ങാത്തട്ടിലും കടുവയെ കണ്ടത്. കരിയൻകാപ്പിൽ വനംവകുപ്പ് കടുവയെ പിടികൂടാനായി കൂട് സ്ഥാപിച്ചിരുന്നു. തുടർന്ന് ഇന്നലെ രാവിലെ വനപാലകരും പ്രദേശവാസിയായ വെൺമണിക്കട്ടയിൽ ജോസും ചേർന്ന് തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് നാരങ്ങാത്തട്ടിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ തോട്ടിലെ വെള്ളത്തിൽ കിടക്കുകയായിരുന്ന കടുവയെ കണ്ടത്. വനപാലകരുടെ കാൽപെരുമാറ്റം കേട്ട് എഴുന്നേറ്റ് നടന്നു പോകുന്ന കടുവയെ കണ്ട ജോസ് ഉടൻ തന്നെ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. അല്പദൂരം നടന്ന കടുവ വീണ്ടും തോട്ടിൽ തന്നെ നിലയുറപ്പിച്ചു. വിവരമറിഞ്ഞ് കണ്ണൂർ DFO S വൈശാഖിന്റെ നേതൃത്വത്തിലുള്ള വനപാലക സംഘവും സ്ഥലത്തെത്തി കടുവയെ പിടികൂടാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.